ഒന്ന്, അത്യന്തം മഹത്വപൂർണമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഒരു ഭാഗത്ത്. ഏറ്റവും കമനീയമായി രൂപകൽപ്പന ചെയ്ത ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി എന്നതിൻ്റെ സന്തോഷം, അത് യേശുദാസിനെ കുറിച്ചുള്ള പുസ്തകമാണ് എന്നതുമെല്ലാം സന്തോഷം പകരുമ്പോഴും ആ സന്തോഷത്തിൻ്റെ പിന്മുറുപ്പ് പോലെ ശ്രീ ഹരീന്ദ്രനാഥ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതിൽ ഒരു ലേഖനം കൊടുക്കാതെ പോയ ഒരു അപരാധിയാണല്ലോ ഞാൻ എന്ന നഷ്ടബോധവും അപരാധബോധവും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നോടൊപ്പം തന്നെ ഈ സൂര്യകൃഷ്ണമൂർത്തിയും എഴുതി കൊടുത്തിട്ടില്ല എന്ന് ശ്രീ ഹരീന്ദ്രനാഥ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്തരത്തിലുള്ളൊരു പുസ്തകം നന്നായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസ്റ്റീജ് പബ്ലിക്കേഷനാണ്. എന്തുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്? ഞാനങ്ങനെ എഴുതാൻ ഒരുപാട് പ്രേരിപ്പിക്കേണ്ട ആളുകളാണ്. അതൊന്ന് ചോദിച്ചാൽ 2 ദിവസം കൊണ്ടൊക്കെ എഴുതി കൊടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇതിൽ എഴുതാനുള്ള ഒരു സങ്കോചം അല്ലെങ്കിൽ എന്താണ്, ഒരു ധൈര്യമില്ലായ്മയാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അത് എന്തുകൊണ്ട് ഈ സദസ്സിൽ നിൽക്കുമ്പോഴും എനിക്കുണ്ട് ആ സങ്കോചം. കാരണം ഇവിടെ സംഗീതത്തിൽ ഒരുപാട് പേരുണ്ട്. ഈ സ്റ്റേജിലും അതേസമയത്ത് സദസ്സിലുമെല്ലാം സംഗീതത്തിൻ്റെ ഉള്ളറിഞ്ഞ ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം എഴുതുന്ന ഒരു പുസ്തകത്തിൽ കേവലം ഒരു ഗാനരചയിതാവ് മാത്രമായ ഞാൻ അറിയുന്ന യേശുദാസിനെ പറ്റി എഴുതിയാൽ അത് ബാലിശമാകുമോ എന്നെല്ലാം ഞാൻ ഭയന്നിട്ടുണ്ടാവണം എൻ്റെ ഉപബോധ മനസ്സുകൊണ്ട്. അതുകൊണ്ടായിരിക്കണം ഹരീന്ദ്രനാഥ് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവസാനം ഫോൺ എടുക്കാത്ത സ്റ്റേജിൽ വരെ എത്തി. വേറെ എഴുതിയില്ല. പക്ഷെ ഒരു അഭ്യർത്ഥനയുള്ളത്, ഇതിൻ്റെ 2ാം പതിപ്പ് ഉടനെ ഇറങ്ങും, ഇത് വിറ്റുപോകും, സംശയമൊന്നുമില്ല. 2ാം പതിപ്പ് ഏതാണ്ട് 3-4 മാസത്തിനുള്ളിൽ ഇറങ്ങുമ്പോൾ ശ്രീ ഹരീന്ദ്രനാഥ് സർവീസിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് രാത്രിയിൽ എൻ്റെ നഷ്ടബോധം നികത്തി ഈ അപരാധം പരിഹരിക്കാനുള്ള ഒരു അവസരം കിട്ടും. കാരണം എന്ന് മാത്രമല്ല, അത് എവിടെ ചേർത്താലും മതി, ആദ്യം ഒന്നും ചേർക്കണം. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഇനിയിപ്പോൾ അവസരങ്ങൾ ചേർക്കാൻ പറ്റും. എവിടെ ചേർത്താലും തിരക്കേടില്ല, അത് ചേർക്കണം എന്നേ ഉള്ളൂ. കാരണം ഈ പുസ്തകം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റും. യേശുദാസിനെ പറ്റി പുസ്തകങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങൾ സംക്ഷേപിക്കുന്ന ഒരു പുസ്തകമല്ല എന്ന് മാർക്കിച്ചിട്ടുള്ള ഒന്നും തന്നെ. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആദ്യമേ ഇത്രയും ഗംഭീരമായൊരു പുസ്തകം, ഗംഭീരം എന്നുള്ള വാക്കാണ്, ഒരു പുസ്തകം യേശുദാസിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അതിന് ഡയറക്ടറെയും ശിഷ്യ എഡിറ്റർ ശ്രീ ഹരീന്ദ്രനാഥിനെയും ഒരു പുസ്തകപ്രേമി എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഈ നഗരത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരാളും ഞാനാണ് ഈയിടെയായിട്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പ്രസ് ക്ലബ്ബിൽ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു പുസ്തക പ്രകാശനം അതിലൂടെ നടത്തി. യേശുദാസിന് നമുക്ക് അദ്ദേഹത്തോടുള്ള നമ്മുടെ തീർത്താൽ തീരാത്ത സ്നേഹവും കടപ്പാടും ഒക്കെയാണ് നമ്മളീ ഒരുപാട് വാക്കുകളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘമായി ഇവിടെ സംസാരിക്കുന്നില്ല. 2-3 കാര്യങ്ങളെ പറയുന്നു. ഒന്ന്, യേശുദാസിനോടൊപ്പം ഇവിടെ ജീവിച്ചിരിക്കാൻ സാധിച്ചതും മലയാളിയായി ജനിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ശബ്ദം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ അവസ്ഥയിൽ നിന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും ഫ്രഷായിട്ട് വന്ന സമയത്ത് തന്നെ കേൾക്കാനും എല്ലാം സാധിച്ച ഒരു തലമുറയിൽ ജനിക്കാൻ സാധിച്ചത് ഒരു ചെറിയ നേട്ടമല്ല. അന്നൊക്കെ ഓരോ പാട്ടും ഇറങ്ങുമ്പോഴും അത് കേരളത്തിൻ്റെ സംഗീത ചരിത്രത്തിൽ ലളിതഗാനങ്ങളാണ്, സിനിമാ ഗാനങ്ങളാണ് ഞാൻ പറഞ്ഞത്, ക്ലാസിക്കൽ മ്യൂസിക് ആണ്. ഒരു പാട്ട് ഇറങ്ങുമ്പോൾ അതൊരു സംഭവമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അതിൻ്റെ എനിക്കതിൻ്റെ ലിറിക്കൽ വാല്യൂവാണ് കൂടുതലെങ്കിൽ സാധാരണ എല്ലാവർക്കും യേശുദാസിൻ്റെ ശബ്ദം. ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ ബാനർ എന്ന് പറയുന്നത് യേശുദാസ് ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് മലയാളത്തിലെ ലളിതഗാന ആലാപനത്തിൻ്റെ പാഠപുസ്തകം യേശുദാസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. ക്ലാസിക്കലിനെ പറ്റിയൊന്നും ഞാൻ അശക്തനെന്ന് ഞാൻ പറയുകയുമില്ല. എന്നാൽ സുഗമസംഗീതത്തെ സംബന്ധിച്ചിടത്തോളം യേശുദാസ് എവിടെ പാടി നമ്മളെ കൊണ്ടെത്തിച്ചുവോ അതിനപ്പുറത്തേക്ക് പോകാൻ തൽക്കാലം ഈ കേരളത്തിൽ ആരുമില്ല എന്ന് സമകാലിക ഗാനങ്ങൾ കേട്ടുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഇടയ്ക്കൊരു വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഒരു പാട്ട് കേൾക്കുന്നില്ല. എന്തിനാണ് ആ പാട്ട് കേട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പോപ്പുലറായിട്ടുള്ള മംഗലം കുന്നിലെ മാൻവേളയിൽ മരതകക്കാറ്റിലെ മയിൽപ്പേര് തങ്കനോപുര മണികണ്ഠിലെത്തി തപസ്സിലെത്താൻ വന്ന മേനകി. ഇങ്ങനെ അത്യുദാരമായ ഗാനമൊന്നുമല്ല. പക്ഷേ ഈ പാട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ കേട്ടപ്പോൾ യേശുദാസ് എങ്ങനെയാണ് വളരെ
മനോഹരമായിട്ടുള്ള ഈ പദങ്ങളെ എങ്ങനെയാണ് പരിചരിച്ചിരിക്കുന്നത് എന്ന് വളരെ ഞാൻ അധികാരം നമ്മൾ കേട്ടു. അപ്പോഴാണ് എനിക്ക് വിസ്മയം, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടൊക്കെയുള്ള പാട്ടാണ്, പക്ഷെ വിസ്മയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് ഈ പാട്ട് മംഗലം കുന്നിലെ മാൻപേട എന്നുള്ള പാട്ട്, എല്ലാ പാട്ടും നമുക്ക് അങ്ങനെ പരിശോധിക്കുന്നത്, ഞാനെൻ്റെ അനുഭവം പങ്കിടുന്നത് മാത്രം. എങ്ങനെയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്? അദ്ദേഹം പാടുമ്പോൾ എനിക്ക് പാടാൻ പറ്റുകയില്ല, ഞാൻ മറ്റുള്ളവരും പാടുകയില്ല. അവിടെ മാൻപേട തുള്ളുന്നതും അതിൻ്റെ ആ പോക്കും വളരെ വ്യക്തമായി ആ മംഗലം കുന്നിലെ മാൻപേടയോ എന്ന പ്രകാരം ആ പാ എന്നുള്ള പാട്ട് ഉച്ചരിക്കുന്നതിലെ ആ മൂവ്മെന്റിലൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്നത് അത്ഭുതത്തോടു കൂടി ഞാൻ കേട്ടുകൊണ്ടിരുന്നു. നമുക്ക് പ്രായമാകുന്നവരാണ് കുറച്ച് കൂടുതൽ ശ്രദ്ധ ചില കാര്യങ്ങളിൽ. പണ്ട് ഉപരിപ്ലവമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ വയസ്സായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കേട്ടു. എന്തെങ്കിലും സംഗതി കാണും. അപ്പോഴാണ് ആ മംഗലം കുന്നിലെ മാൻപേടയെ എന്തൊരു അരുമയായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഈ ഗാനഗന്ധർവ്വത്തിന്റെ ശബ്ദ സൗകുമാര്യത്തിനും ശബ്ദ പരിചരണത്തിനും സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ പാട്ടും അതുകൊണ്ടാണ് ഒരു ഗാനവസന്തം, ഒരു ഗാന സമൃദ്ധി നമുക്ക് സൃഷ്ടിച്ചു തരാൻ ഈ ഗായകന് സാധിച്ചത്. അതുകൊണ്ടാണ് അതിനുശേഷവും ഗാനരചയിതാക്കൾ എഴുതി, നല്ല സംഗീത സംവിധായകർ പാട്ട് ട്യൂൺ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇങ്ങനെ മനസ്സിൽ ചേക്കേറുന്ന പാട്ടുകൾ എന്തേ ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ ഈ സ്വരപരിചരണത്തിന്റെ അസാമാന്യമായ വൈഭവം സ്വായത്തമാക്കിയ മഹാഗായകനാണ് യേശുദാസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പാട്ട് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. പാഠപുസ്തകമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം സാധാരണ ഒരു ഗായകൻ ഗാനമേളയിൽ അതേ പാട്ട് പാടുമ്പോൾ സ്വരസ്ഥാനങ്ങളെല്ലാം കൃത്യമായിരിക്കും കേട്ടത്, എല്ലാം ഉണ്ടാവും. പക്ഷേ എന്തോ ഒരു പക്ഷേയുണ്ട്, അതുപോലെ ആവുന്നില്ല. അത് ഈ സ്വരങ്ങൾ, ഈ വാക്കുകൾ പരിചരിക്കുന്നതിന് മിടുക്കാണ്. അത് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്. അത് ക്ലാസിക്കൽ സംഗീതം പഠിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. ശബ്ദത്തിനോടും ശബ്ദ സൗകുമാര്യത്തിനോടും പിന്നെ ഒരു ശബ്ദ സൗന്ദര്യത്തിനോടും മലയാള ഭാഷയോടുമുള്ള അഥവാ ഗാനങ്ങളിലെ സാഹിത്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത. ഈയിടയ്ക്ക് നമ്മൾ പാട്ട് എഴുതി കൊടുത്താൽ എത്രയോ തവണ പുതിയ സ്ഥലങ്ങൾക്ക് പാട്ട് എഴുതി കൊടുക്കുമ്പോൾ ഒരു പാട്ടിൽ എന്നോട് ആ സംവിധായകൻ മ്യൂസിക് ഡയറക്ടറും പറഞ്ഞതാണ്, സാർ ഈ പാട്ട് യേശുദാസിൻ്റെ പണ്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് കൊണ്ടു പറ്റുക. എന്താണ് അർത്ഥം? ഞങ്ങൾക്ക് അക്ഷരശുദ്ധിയുമില്ല, സ്ഫുടതയുമില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അടവടമ്പൻ പരുവത്തിലാണ് പാടുന്നത്. ഇത് വ്യക്തമായി പാടണമെങ്കിൽ യേശുദാസ് പാടണം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടല്ല പാടിക്കുന്നത്, അതുകൊണ്ടൊന്ന് മാറ്റി എഴുതി ഒരു അഴകുഴമ്പൻ വരി വേണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ആ കാലഘട്ടം പോയി. യേശുദാസ് ഓരോ പദത്തെയും എടുത്ത് പരിലാളിച്ച് നമുക്ക് തന്നതിൻ്റെ കൃതാർത്ഥത, അതിൻ്റെ കൃതജ്ഞത എത്ര കഴിഞ്ഞാലും നമുക്ക് കൊടുത്തു തീർക്കാൻ സാധ്യമല്ല എന്ന് മാത്രമേ ഈ ഗാനങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ യൗവനവും നമ്മുടെയൊക്കെ മധ്യവയസ്സുമൊക്കെ എന്തുമാത്രം ശുഷ്കമായിരുന്നു എന്നുകൂടി ഞാൻ ഓർത്ത്. എനിക്ക് വാസ്തവത്തിൽ പുതിയ പിള്ളേരെ കുറിച്ച് വലിയ സങ്കടമാണ്. ഇവന്മാരൊക്കെ എങ്ങനെ പ്രേമിക്കും? നല്ലൊരു പാട്ട് പാടി എങ്ങനെ പ്രേമിക്കും? ഈ പുതിയ പാട്ട് പാടി പിള്ളേർ ഓടിക്കളയും. ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ട് പാടി ഒന്ന് പ്രേമിച്ച് കളയാന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഓടിക്കളയും. അല്ലെങ്കിൽ അവളോ അത്രയും തന്നെ ഭീകരമായ ഗാനം കൊണ്ട് അവരെ വരക്കണം എന്നാൽ പറ്റും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്ല. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാൻ അവസാനം, മലയാളത്തിൻ്റെ ഒരു ഐക്കോൺ എന്ന് പറയാവുന്ന ഒരാളുണ്ടെങ്കിൽ യേശുദാസ്. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള യേശു. എന്നാൽ മലയാളിക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഒരാളെ പറ്റി നല്ലത് പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചീത്ത പറയണ്ടേ, ഇല്ലെങ്കിൽ മലയാളിക്ക് സ്വസ്ഥതയില്ല. അങ്ങനെയാണ് യേശുദാസിനെ പറ്റി ഒരുപാട് കിപ്പറത്തുകൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ എന്താണ്, സെൽഫി എടുത്തവനെ ചെക്കനെ കൊണ്ട് മാറ്റിച്ചു, ഒക്കെ ശരിയായിരിക്കാം. പിന്നെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാനൊരു ഉത്തരവല്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുക. അതുപോലെ പിന്നെ കച്ചേരി നടത്താൻ വന്നാൽ പൈസയൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ദാനത്തിനല്ലല്ലോ ചെയ്യാം, ഔദാര്യത്തിനല്ലല്ലോ ചെയ്യുന്നത്. അത് തെറ്റല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് അനുഭവം ഉണ്ടായി ഞാൻ പറയുന്നത്. ശബരിമലയിൽ ആദ്യത്തെ ഈ ഒരു ഹരിവരാസനം അവാർഡ് യേശുദാസിന് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മകരവിളക്കിൻ്റെ തലേദിവസമാണ് കൊടുക്കുന്നത്. മകരവിളക്ക് തന്നു പിച്ചത് കൊടുക്കുന്നില്ല. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. കൊല്ലത്തൊരു കച്ചേരിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. അപ്പോൾ ഞാനാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവാർഡ് സ്വീകരിച്ചിട്ട് കുറച്ച് പാട്ടുകളുടെ പാടും, ആളുകൾ പ്രതീക്ഷിക്കുക. അതിനുള്ള പാടാം. സാധാരണ അങ്ങനെ പറഞ്ഞു കളയില്ല. അതിനെന്താ ഞാൻ പാടാം, ആളുകളെ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല പ്രതിഫലമൊക്കെ ഇതിലെനിക്കൊരു പ്രതിഫലവുമില്ല, പക്ഷേ എൻ്റെ കൂടെ വരുന്ന മ്യൂസീഷ്യൻസിന് കൊടുക്കണം, അവർക്ക് വണ്ടി കൂലി കൊടുക്കണം. കൊല്ലത്തുനിന്ന് ശബരിമല വന്ന് എറണാകുളത്ത് പോകാനുള്ള വണ്ടിക്കൂലി അവർക്ക് കൊടുക്കണം, എനിക്ക് കൊടുക്കണം. ശരി, ഞാൻ അതൊക്കെ കരുതി വെച്ചു.
മ്യൂസിഷ്യൻസിനുള്ള കാശ്, അവരുടെ വണ്ടിക്കൂലി, അതും കൂടെ കുറച്ച് കൂടുതൽ പൈസയൊക്കെ എടുത്തു വെച്ചു. യേശുദാസ് തലേദിവസം രാത്രി വന്നു, രാവിലെ അയ്യപ്പനെ തൊഴുതു, വൈകുന്നേരം അവാർഡ് സ്വീകരിച്ചു. അവാർഡ് സ്വീകരിച്ചിട്ട് 7 മണി തൊട്ട് 10:45 പിന്നെ 7:30 മണി തൊട്ട് 10:45 മണി വരെ ഹരിവരാസനം പാടുന്ന സമയം വരെ പാടി. 3.5 മണിക്കൂർ പാടി. എന്നിട്ട് അന്ന് ഹരിവരാസനം അന്ന് പ്ലേ ചെയ്തില്ല, ഇദ്ദേഹം പാടുകയായിരുന്നു ആ സമയത്ത്. 3.5 മണിക്കൂർ അത്യുജ്വലമായി പാടി. ഞാൻ മുഴുവൻ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് കേട്ടു. മലയാളം പാടി, തമിഴ് പാടി, തെലുങ്ക് പാടി, കന്നഡം പാടി, ഹിന്ദി അജൻസ് പാടി. അത് വളരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ടാബ്ലറ്റിനകത്ത് എല്ലാ പാട്ടും വന്നു. ഈ വാസ് വെരി പ്രിപ്പയർഡ്. 5 മണിക്കൂർ പാടാനും തയ്യാറാണ്. എന്തൊരു ഉജ്ജ്വലമായിട്ടുള്ള പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റി നമ്മൾ പ്രാർത്ഥിച്ചു പോകും. യാതൊരു ക്ഷീണവുമില്ലാതെ പിന്നെയും പാടാന്ന് പറയാം. അപ്പോൾ വിജയ് യേശുദാസ് കൊണ്ടൊരു പാട്ട് പാടി സൈഡിൽ വെച്ചു. അന്നാണ് വിജയ് യേശുദാസ് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനമാരുമായിട്ടുള്ള വ്യത്യാസമല്ല, തലമുറകളുടെ വ്യത്യാസം. വിജയ് യേശുദാസ് 2 പാട്ട് പാടിയപ്പോൾ ഏറെക്കുറെ മതിയായ ഒരു പാട്ടാണ്. ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് പറയല്ല കേട്ടത്. ഇവിടെ 3.5 മണിക്കൂർ സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി അയ്യപ്പൻ്റെ മുമ്പാകെ പാടിയ യേശുദാസിനെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുറിയിലേക്ക് പോയി. എൻ്റെ മുറി താഴെയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മുകളിലാണ്. അപ്പോൾ എന്നെ വിളിച്ചു, ഒന്നിങ്ങി വരാം, ഒന്ന് കാണാമോ? ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് പോകും. ഈ നമ്മുടെ മ്യൂസീഷ്യൻസിനൊക്കെ കാശ് കൊടുക്കണം പറഞ്ഞില്ല, ഒരു കാശും തരണം, വണ്ടിക്കൂലിയും തരണം. അതെല്ലാം അയ്യപ്പൻ എനിക്ക് തന്നിട്ടുണ്ട് ധാരാളമായി. എല്ലാം ഞാൻ കൊടുത്തോളാം. നമ്മുടെ എന്നാലും അവർക്കുള്ളത് ഒന്നും വേണ്ട. ഒരു പൈസ പോലും അവിടെ നിന്ന് വാങ്ങിക്കാതെ ഈ 3.5 മണിക്കൂർ പാടി 1.5 ദിവസം നമ്മളോടൊപ്പം നിന്ന് സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഒരു ആത്മീയ ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഒരു കലാകാരൻ്റെ സമസ്ത വിനയത്തോട് നിൽക്കുന്ന അഹങ്കാരി എന്ന് ചിലരൊക്കെ പറയുന്ന യേശുദാസിനെ ഞാൻ കണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് വണങ്ങി. ഈശ്വര ചൈതന്യത്തിൻ്റെ മുമ്പിൽ തൻ്റെ കലയുടെയും തൻ്റെ സംഗീതത്തിൻ്റെയും എല്ലാം ഉറവ ഈ അനിർവചനീയമായ ഒരു ചൈതന്യമാണല്ലോ എന്നുള്ള തിരിച്ചറിവോടുകൂടി സംഗീതത്തിൻ്റെ ലോകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് യേശുദാസ് അനശ്വരനായ യേശുദാസ് ആയിരിക്കുന്നത്. അല്ലാതെ 4 പാട്ട് പാടി പേരെടുക്കുമ്പോഴോ 4 അവാർഡ് കിട്ടി പേരെടുക്കുമ്പോഴോ ഞാൻ വലിയ ആളായി എന്നുള്ള വിചാരം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ പുറമേ കാണുന്ന യേശുദാസ് അല്ല, ഒരു കാണാത്ത യേശുദാസ്, വിനയാന്വിതനായിട്ടുള്ള. അദ്ദേഹം ചുമ്മാ അല്ല പറയുന്നത്, സംഗീതത്തിൻ്റെ മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാനെന്നൊക്കെ അദ്ദേഹം പറയുന്നത് എക്സാജറേഷൻ അല്ല. ഈ റിയലി മീൻസ് ഇറ്റ്. സംഗീതത്തിൻ്റെ മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അന്താളിച്ചു നിൽക്കുകയാണ് ഞാനെന്നൊക്കെ പറയുന്നത് അമിത വിനയമല്ല, അതിവിനയമല്ല. അദ്ദേഹം അത് അർത്ഥമാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ആ ഒരു സംഗീത സാധനയാണ്, ആ ഒരു ഉദാരതയുടെ ഉപാസനയാണ് യേശുദാസ് എന്ന് പറയുന്ന സംഗീതത്തിനെ ഇത്രമാത്രം പ്രിയങ്കരനും അതുല്യനുമാക്കി തീർത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളത്തെ തൻ്റെ സംഗീതം കൊണ്ട് ധന്യമാക്കിയ ഈ അപൂർവ പ്രതിഭയ്ക്ക് ഇത്രയും സമുചിതമായിട്ടുള്ള ഒരു ഉപഹാരം കൊടുക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചത് മലയാളികളുടെ അഭിമാനമായി ഞാൻ കാണുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് മഹാനായ ഈ ഗായകന് മുന്നിൽ എല്ലാ സ്നേഹത്തോടും കൂടി എൻ്റെ ഹൃദയപ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞ് അവസാനിക്കുക. ഞാൻ കഴിഞ്ഞ 30 വർഷം അമേരിക്കയിൽ പോയപ്പോൾ പോകുന്നതിന് 2-3 ദിവസത്തിന് അദ്ദേഹം മുന്നിൽ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിൽ പോയി പിള്ളേർക്ക് പിന്നെ എഴുത്തിലിരുത്താമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ദിവസങ്ങളിലൂടെ ഇല്ല, ഞാൻ അമേരിക്കയിലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാലസിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ കപട വിനയം, അത് കപട അടിയനും ഡല്ലാസിലാണ് പറഞ്ഞു. അതിപ്പോൾ നമ്മളെ ആക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അടിയനെ കാണാൻ എന്താണ് മാർഗം, വന്നാൽ കാണാമോ? ഞാനെന്താ, ഞാൻ നമ്മുടെ വരാൻ വന്നാൽ ഞാൻ പോയി കണ്ടുവെന്ന് മാത്രമല്ല 2 മണിക്കൂർ അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് മാറി താമസിക്കുന്നതിൻ്റെ ഇനിയും അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടില്ലാത്ത സങ്കടം മുഴുവൻ കേരളത്തെ പറ്റിയുള്ള ചോദ്യങ്ങളിലൂടെ സംഭാഷണത്തിലൂടെ അദ്ദേഹം അതിനകത്ത് അഭിരമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. 2 മണിക്കൂർ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും, പഴയ കാര്യങ്ങളും, സിനിമാ കാര്യങ്ങളും, സംഗീതം എല്ലാം പറഞ്ഞ് ആസ് ഇഫ് ഹീസ് അറ്റ് ഹോം മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചെന്നതിൻ്റെ ഒരു സന്തോഷം മുഴുവൻ അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിന് പങ്കാളിയാകാൻ എനിക്ക് സാധിക്കുകയാണ്. പടം എപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമായി പോയി. അദ്ദേഹം ഇപ്പോഴും വളരെ ലാളിത്യമാർന്ന ഒരു മലയാളിയായി ഡാലസിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനെന്നും നമ്മൾ ചോദിക്കേണ്ട. അതിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. കലാകാരൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഗാനത്തെപ്പറ്റി